കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധവാരത്തിൻ്റെ ദിനങ്ങളിലൂടെ ധ്യാനാത്മകമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ തിരു സാന്നിധ്യം അനുഭവിക്കാനിടയാകട്ടെ. വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ കാണാൻ കർത്താവ് നിങ്ങളുടെ കണ്ണുകൾക്ക് കൃപ തരട്ടെ. നമ്മുടെ കൂടെയുള്ള ദൈവത്തെ കണ്ടുമുട്ടേണ്ടതാകട്ടെ. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിച്ച് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവ് ഉദ്ധിതനായ ഈശോ സഭയുടെ കൂടെ യാത്ര ചെയ്യുന്നു. സഭ ഈശോ തന്നെയാണ്. ഈശോയുടെ സാന്നിധ്യം കൊണ്ട് സഭ നിറഞ്ഞിരിക്കുന്നു. കർത്താവിനെ അനുഭവിക്കാനും സ്നേഹിക്കാനും സ്വന്തമാക്കാനും നമുക്കിടയാകട്ടെ. തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധവാരത്തിൻ്റെ ഈ ധ്യാനത്തിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. പേടിച്ച് പാടി പരിശുദ്ധമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ലോകത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ലോകത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിൻ്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടുപറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തെന്നലായി എന്നകതാരിതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ എന്നിൽ നീ കൃപയായി വാ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങൾ നയിക്കണമേ. നന്ദി പറയും ശുദ്ധാത്മാവേ. ഓരോ ദിനത്തിനും ഞങ്ങളെ പരിപാലിക്കുന്നതിനും വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. സഭയെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മാവിനെ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ ആരാധിക്കുന്നു. തിരുസാന്നിധ്യമേ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, സ്തുതിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരം ഇന്നെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സെഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സെഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. ആയേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ
കൃപയായി വാ. ഞങ്ങൾ അടിച്ചു മാറ്റിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും ധ്യാനിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൃപയ്ക്കുമേ കൃപ ചൊരിയണമേ. കർത്താവേ, കൂടെ വസിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സഭയോട് ചേർന്ന് സഭയായി നീങ്ങുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കുദാശകളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദേവാലയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉത്തിതനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഒറ്റവിളി ഈശോയെ, ഒറ്റവിളി ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന. ജീസസ് we love you, Jesus. ഹല്ലേലൂയ ആരാധന. ശക്തിയോടെ കൈയടിച്ച് പാടി ഈശോയെ ആരാധിക്കുന്നു. ഭയന്ന് വിറച്ച സ്ലീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയം നേകിയപ്പോൾ. ഭയന്ന് വിറച്ച സ്ലീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയം നേകിയപ്പോൾ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഫലദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ. ഹോറേബ് മാമലമേലെ മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ, ഹോറേബ് മാമലമേലെ മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായേ എന്നിൽ നീ കൃപയായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായേ എന്നിൽ നീ കൃപയായി വാ. Maria.
പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ സന്തോഷത്തോടെ നമ്മുടെ വിശുദ്ധവാരത്തിൻ്റെ തിരുനാളുകൾ ദിവസങ്ങളിലെ ഈ ധ്യാനത്തിൽ നമുക്ക് ഭയഭക്തിയോടെ പങ്കുചേരാം. നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്നായിട്ട് ധ്യാനിക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. 100 മടങ്ങ് ഫലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർഷിക്കാൻ ഇടയാകട്ടെ എന്ന് വളരെ ആഗ്രഹിച്ച താല്പര്യത്തോടെ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈശോയുടെ കുരിശുമരണത്തിന് സമയത്തുണ്ടാകുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് സിനോപ്റ്റിക് ഗോസ്പൽസിൽ, സമാന്തര സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കാസ് സുവിശേഷത്തിൽ ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈശോ മരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വിടി. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് 3 സിനോപ്റ്റിക് ഗോസ്പലുകളിലും പ്രത്യേകം പറയുന്നു. യോഹന്നാൻ പറയുന്നത് അവൻ തല ചായ്ച്ച് ജീവൻ വെടിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുക, നമുക്കറിയാം ഈശോ കുരിശിൽ രക്തം ചിന്തി മരിച്ചത് തൻ്റെ ജീവൻ, തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നമുക്ക് നൽകാൻ വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ 19:34-35 വചനത്തില് ഇപ്രകാരം നമ്മൾ കണ്ടുമുട്ടുക, പടയാളികൾ ഒരുവൻ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടെ നിന്ന് ചോരയും വെള്ളം ഒഴുകി. ജലം പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്, ജീവജലം പരിശുദ്ധാത്മാവ്. യെഹെസ്കേൽ 47:1-7 വരെ വന്നത് ആ ഒരു ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ അടിയിലൂടെ ഒഴുകുന്ന ജലം പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം 7:37, 38, 39 ഈശോ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി, ജീവജലം. യോഹന്നാൻ സുവിശേഷം 4:13, 14, 15 വചനത്തിൽ പോകും, 10-15 വരെയുള്ള വചനത്തിൽ പോകുമ്പോൾ ഈശോ പറയുന്നു, ദൈവത്തിന്റെ ദാനമെന്നൊന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞ് നീ അവനോട് ജീവജലം തരുവായിരുന്നു. ഈശോ നമുക്ക് ജീവജലം തരിക. ഈ ജീവജലം തരുന്നത് തൻ്റെ മരണത്തിന്റെ സമയത്ത്, ഈശോ മരിക്കുമ്പോഴാണ്, ജീവൻ കൊടുക്കുമ്പോഴാണ്. ഈശോ മരിച്ച് അതാണ് ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു ജീവൻ കൊടുക്കുക സഭയ്ക്ക്. തൻ്റെ ആത്മാവിനെ വർഷിക്കുകയാണ്, പരിശുദ്ധ ആത്മാവിനെ വർഷിക്കുകയാണ്. അത് ലൂക്കാസ് സുവിശേഷം 4:18 ഈശോന്റെ സുവിശേഷ ശുശ്രൂഷ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ രക്ഷാകര പ്രവൃത്തി തുടങ്ങുമ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. യെശയ്യാ 61:1-4 വരെയുള്ള വചനത്തിൽ പറയുന്ന ആ വചനം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ ഈശോ തൻ്റെ ആത്മാവിനെ നൽകുന്ന തൻ്റെ കുരിശും മരണത്തിലൂടെയാണ്. അപ്പൊ ഈ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ഈ ആത്മാവ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നു, നമ്മെ സ്വർഗോന്മുഖരാക്കി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക്, സ്വർഗീയ ജെറുസലേമിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ്. ആത്മാവ് നമ്മുടെ മധ്യയെ, നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയും. ഇന്ന് നമ്മൾ വചനം ധ്യാനിക്കാൻ പോകുന്ന വചനം വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചൊരു വചനം തന്നെയാണ്. അത് വീണ്ടും ഞാനത് ധ്യാന വിഷയമാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തില് പഴയ നിയമത്തിന്റെ പിതാവായ, നമുക്കറിയാം, പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ധ്യാനിക്കുക. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം. അവന് കൂടെ ഈ ദൈവാത്മാവ് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ്. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുചെന്ന് ഇസ്മായേലിയരുടെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽ പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവന്റെ യജമാനന് മനസ്സിലായി. അതായത് ആ യജമാനന് മനസ്സിലായ ഏറ്റവും വലിയ പുണ്യം ജോസഫിന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം കണ്ടു. അതാണ് സഭയെ നോക്കുമ്പോൾ സഭയെ എന്താ കാണുന്നത്? കർത്താവിന്റെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ജോസഫിന്റെ പവർ ഇരിക്കുന്നത് അവന്റെ കൂടെ കർത്താവുണ്ട് എന്നുള്ളതാണ്. അത് കൃപ, അതാണ്. അത് കിട്ടേണ്ടത് നമുക്കതാണ്. നമുക്കത് കിട്ടണം. അതിനോട് നമ്മൾ എന്തെല്ലാം ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതൊക്കെ.
അതിൽ വിശ്വസിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം കിട്ടാൻ വേണ്ടി അത് കിട്ടിയവരെ ശരിക്കും നമ്മൾ കിട്ടിയവരെ സഭയ്ക്ക് അത് കിട്ടിയതാണ്. നമ്മുടെ കൂടെ കർത്താവുണ്ട്, മറന്നു പോകരുത്. അപ്പോൾ പൊത്തിഫർ പറയുന്ന വാക്ക്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നതും അവൻ്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ഏൽപ്പിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും കാര്യം ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? കഴിവുള്ളവനെയാണോ ബുദ്ധിമാനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിനപ്പുറം ദൈവം കൂടെയുള്ളവനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. ദൈവം കൂടെയുള്ളവനെ ഏൽക്കണം. സഭയും എല്ലാ കാര്യം ഏറ്റെടുക്കുന്നവൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാതെ വേറെ ആര് കൂടെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അതാണ് ജോസഫിനെ ഓർത്ത്, അതായത് ദൈവത്തെ അറിയുന്നവനെ, ദൈവത്തെ മനസ്സിലാക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ കൂടെ ഉണ്ടാകും. അവനെ സംരക്ഷിക്കും, ദൈവം അവനെ സംരക്ഷിക്കും. ആണ് സഭയൊക്കെ ചില സമയത്ത് വലിയ അപകടങ്ങൾ രക്ഷിക്കുന്ന ചില ദൈവമക്കളുണ്ട്. അവരൊക്കെ ദൈവം അനുഗ്രഹിക്കും. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. ജോസഫ് ഉള്ളത് കൊണ്ട് അവൻ്റെ എല്ലാ കാര്യത്തിലും അനുഗ്രഹം ഉണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ മക്കളുണ്ടെന്ന് കൊണ്ട് കാര്യമില്ല. ദൈവം കൂടെയുള്ള മക്കളുണ്ടാകണം. ഭാര്യയും ഭർത്താവും വലിയ കഴിവും ബുദ്ധിയും കഴിവുണ്ട്, ദൈവം കൂടെ ഉണ്ടോ എന്ന് നോക്കുക. അതാണ് കൃപ, കൂടെ യാത്ര. ഇവിടെ ജോസഫിനെ നമുക്കറിയാം. അതായത് യാക്കോബിന്റെ മകനായ ഈ ജോസഫിനോട് സഹോദരങ്ങൾക്ക് എല്ലാം അസൂയയാണ്. കാരണം ഇവനെ അപ്പന് ഇഷ്ടമാണ്. കാരണം ഇവന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഇവരുടെ ദർശനങ്ങൾ കിട്ടി തുടങ്ങി. എന്തൊക്കെ ദർശനം കിട്ടുന്നത്? ദൈവം കൂടെയുള്ളവർ കിട്ടുന്നതാണ് ഈ ദർശനങ്ങൾ. സ്വപ്ന ദർശനങ്ങൾ ദൈവം കൂടെയുള്ളതിൻ്റെ അല്ല, അടയാളമാണ് ഈ ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ. അത് കിട്ടുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളതിൻ്റെ തെളിവുകളാണ്. ചില അടയാള വരങ്ങൾ ദൈവം നമ്മുടെ കൂടെയുള്ളതിൻ്റെ തെളിവുകളാണത്. രോഗശാന്തികൾ അത്ഭുതം നടക്കുന്നത് ദൈവം കൂടെയുള്ളതിൻ്റെ തെളിവുകളാണ്. പൈശാചികശക്തികൾ ബഹിഷ്കരിക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള തെളിവാണത്. അപ്പോൾ ഈ ദൈവ സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ളത് അറിയുകയാണ്, കാണിച്ചു കൊടുക്കുക. ദൈവം കാണിച്ചു കൊടുക്കുന്നതാണ്, നമ്മളാരും കാണിച്ചു കൊടുക്കുന്നല്ലത്. അപ്പൊ ഇവിടെ ജോസഫിനെ സംരക്ഷിച്ച നിമിത്തം ആ ഈജിപ്തുകാരൻ്റെ ഭവനത്തെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചു. അവൻ്റെ സർവ്വതും അനുഗ്രഹത്തെ. ഈ ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. അവൻ തൻ്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഭരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിനല്ലാതെ മറ്റൊന്നും അവന് ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല. കാരണം എല്ലാം പെർഫെക്റ്റാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിസോർഡർ ഉണ്ടാകത്തില്ലല്ലോ, സമാധാനം ഉണ്ടാകും, ദൈവ സാന്നിധ്യം ഉണ്ടാകും. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. 39:7 മുതലുള്ള വചനം. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവൻ്റെ അഭിലാഷം തോന്നി. എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ വഴങ്ങിയില്ല. കാരണം അവൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇവനെ കാണാൻ പറ്റുന്നില്ല. പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ജോസഫിലുള്ള ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവനെ ദുരുപയോഗിക്കാനായിട്ട് ചെല്ലുകയാണ്. ദൈവ സാന്നിധ്യം കാണാൻ പറ്റുന്നില്ല, ദൈവ മഹത്വം കാണാൻ പറ്റുന്നില്ല, ദൈവകരം കാണാൻ പറ്റുന്നില്ല. കാരണം അവൾ ജഡിക പാപം ഇരിക്കുക. അത് വലിയൊരു പാഠമുണ്ട്. ജഡിക പാപങ്ങൾ ഉള്ളിലിരിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. മത്തായിയുടെ സുവിശേഷം 5:7-8 വചനമുണ്ടല്ലോ. ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പൊത്തിഫറിന് വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് ജോസഫിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് കാണാൻ പറ്റുന്നില്ല. വലിയ അപകടം വരികയാണ്. നമ്മളിൽ ജഡിക പാപത്തിന്റെ ആസക്തിയാൽ നിറഞ്ഞൊരു പെണ്ണാണ്. അതുകൊണ്ട് ഇവൾക്ക് ജോസഫിനെ സാധാരണ മനുഷ്യനെ പോലെ കാണാൻ പറ്റുന്നത്, ജഡിക മനുഷ്യനായിട്ട് കാണുന്നത്. ചിലപ്പോൾ സഭയെ സാധാരണമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ജഡിക പാപം നമ്മളിങ്ങ് പെരുകിയത് കൊണ്ട് സഭയെയും സഭാമക്കളെയും കുദാസുകളെയും ദൈവം എല്ലാം ചിലപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ തട്ടിപ്പാൻ തോന്നിപ്പോവേ. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം പോലും തട്ടിപ്പാൻ തോന്നിപ്പോവും. കാരണം നമ്മളിൽ ആ തിന്മ കയറി കഴിയുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല.
അവിടെയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, കൂദാശകളുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ഓരോ കൂദാശകളിലുള്ള ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് കാണാൻ അനുഭവിക്കാൻ പറ്റത്തില്ല. അനുഭവിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. വിശുദ്ധി ഇല്ലെങ്കിൽ പറ്റില്ല, ഒരിക്കലും സാധ്യമല്ലത്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ വിശുദ്ധിയെക്കുറിച്ച് തീക്ഷ്ണതയോടെ പ്രസംഗിക്കുന്നത് കാണാൻ പറ്റും. റോമാലേഖനം 13:11 മുതൽ വചനത്തില് പൗലോസ് ശ്ലീഹ പറയും, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിൽ യോജിച്ചുവെന്ന് നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യേക കർത്താവ് യേശുവിനെ ധരിക്കുവിൻ. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കാൻ പറയാം. റോമാലേഖനം 12:1-2 അകൽ സഹോദരങ്ങളെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയർപ്പിക്കുക. ഈ ദിവസങ്ങൾ നമുക്കറിയാം, വിശുദ്ധ വാരത്തിന്റെ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ കുമ്പസാരവും കുർബാനയും ഒക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി സൂക്ഷ്മതയോടെ പരിശോധിക്കുക. തൻ്റെ ആത്മാവിലെ പാപക്കറകള്, വ്യഭിചാരവും മ്ലേച്ഛതയും മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനും ജഡിക ചിത്രങ്ങളുടെ അടിമത്വവും പാപത്തിൻ്റെ ബന്ധനവും ഒക്കെ നിറയുമ്പോൾ നിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പുണ്യപ്പെട്ട പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ കാണാൻ പറ്റുക. ചില അമ്മമാർക്ക് അവിടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ കുഞ്ഞാണ്. പക്ഷെ അമ്മയിലെ ജഡികാസക്തി കൊണ്ട് അമ്മയ്ക്ക് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പനും അമ്മയോട് കൂടി അതിനെ അങ്ങ് അബോർട്ട് ചെയ്ത് കളയുവേ. മദ്യപിക്കുന്നതിന്റെ കാരണം എന്താണ്? അവിടെയുള്ള ദൈവ സാന്നിധ്യം കാണാൻ പറ്റുന്നില്ല. എല്ലാം ഒരു പരിധിവരെ ഈ പുത്തിഫറിന്റെ ഭാര്യയുടെ ഒരു പൈശാചിക ബന്ധനമാണ്. ജെസബൽ എന്ന സ്ത്രീയെ കുറിച്ച് ബൈബിൾ നമുക്കറിയാം. എസെക്കിയേലിന്റെ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ 22 മുതലുള്ള വചനം വായിക്കുമ്പോൾ ആ വചനങ്ങളെല്ലാം 18-ാം അധ്യായം മുഴുവൻ തന്നെ വായിക്കണം. അവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് ജെസബൽ ഏലിയക്കെതിരെ നീങ്ങുന്നൊരു നീക്കമുണ്ട്. ഏലിയ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ആ കാർമൽ മലയുടെ മുകളിൽ ബലിപീഠം ഉണ്ടാക്കി കർത്താവിനെ വിളിച്ചപ്പോൾ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ബലിവസ്തുവൊക്കെ ദഹിപ്പിക്കുന്ന ദഹനബലി സംഭവം നടക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. ഉടനെ യഹോവയാണ് ദൈവം എല്ലാവരും വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഈ ശത്രുക്കൾ നിർമൂലിച്ചു. അതിനുശേഷം ഏലിയ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും 3 വർഷവും 6 മാസമായിട്ടും ആകാശം അടയ്ക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിൽ മഴ പെയ്തില്ല. അന്ന് ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്ന് മഴ പെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ഈ ജെസബലിന് ഭയങ്കര ദേഷ്യ അരിശം കയറിയിട്ട് എത്രയും പെട്ടെന്ന് ഏലിയായെ കൊന്നുകളയാൻ തീരുമാനിക്കുക. കാരണം അവള് ജഡികാസക്തിയാ. ജഡികാസക്തി കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഈ തലമുറയ്ക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ്. മദ്യപാനം, സെക്സ്, ഇത് ലോകത്തിലങ്ങ് പെരുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിലേക്ക് വരുന്ന മക്കൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അനർത്ഥം ഈ ജോസഫിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പരിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുന്ന ഉത്തിതനായ ഈശോയെ കാണാൻ പറ്റത്തില്ല. ബലിപീഠത്തിലുള്ള കർത്താവിനെ കാണാൻ പറ്റത്തില്ല. ഈ തലകേറി പിടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല. നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമുക്കെല്ലാം ഒരു കോമാളിത്തരം പോലെ തോന്നുകയുള്ളൂ, തിന്മയായിട്ട് തോന്നുകയുള്ളൂ. ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ മഹത്വം കാണാൻ പറ്റത്തില്ല. വചനം വായിക്കുമ്പോൾ ഒന്നും തോന്നുകയില്ല. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ തിന്മ നിൽക്കുന്നുകൊണ്ടാണ്. തിന്മയുടെ അടിമപ്പെടുമ്പോൾ ബ്ലോക്കായി പോകും. അതുകൊണ്ട് ഇവിടെ ജോസഫ് ഒരു വടിവത്തവനായിരുന്നു, സുമുഖനായിരുന്നു. ഇതൊക്കെയാണ് അവൾ കാണുന്നത്. പൊത്തിഫർ കണ്ടത് ജോസഫിന്റെ കൂടെയുള്ള കർത്താവിനെയാണെങ്കിൽ ഇവള് കാണുന്നത് ജോസഫിന്റെ ശരീരം മാത്രമേ കാണൂ. ജോസഫ് വടിവത്തൊരു ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവൻ അഭിലാഷം തോന്നി, എൻ്റെ കൂടെ സഹിക്കുക. അവർ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ വഴങ്ങിയില്ല. അവൻ കൃപയുണ്ടവന്, കൃപയുള്ളവൻ വഴങ്ങുന്നില്ല. കൃപയില്ലാത്തവൻ വഴങ്ങിക്കൊടുക്കും, എല്ലാത്തിനും വളഞ്ഞു കൊടുക്കും. അവൻ അവളോട് പറഞ്ഞു, ഞാൻ ഉള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലെ ഒന്നിനെയും കുറിച്ചും ശ്രദ്ധിക്കാറില്ല. എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായ ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ സഹിക്കാനോ അവൾ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. അതായത് കൃപ കിട്ടിയ ദൈവം കൂടെയുണ്ടവന്. അവനറിയാം ആ കൃപ ഇവനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. കൃപയുള്ളതുകൊണ്ട് തന്നെ പാപത്തിലേക്ക് പോകുന്നില്ല. അവന് പാപത്തിലേക്ക് പോകാതെ അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. വിവേകത്തോടെ സംസാരിക്കുന്നത് കാണാൻ പറ്റും.
അവനെ പാപത്തിലേക്ക് ക്ഷണിക്കുന്ന ആളോട് വിവേകത്തോടെ സംസാരിച്ച് ആ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി മാറുന്നതായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് മാറുന്ന ആ ഒരു സംഭവം ഉണ്ട്. അത് പരിശുദ്ധമായ കൃപയാണ്. ദൈവ കൃപ കിട്ടിയവനാണ്. അത് കർത്താവ് കൂടെയുണ്ട് അവൻ്റെ കൂടെ. അവിടെ പാപത്തിന്റെ കുഴിയിലേക്ക് വീഴാതെ ദൈവം കാത്തു സൂക്ഷിക്കുന്നു. അതാണ് അനുഗ്രഹത്തിന്റെ പ്രത്യേകത. സാധാരണ അഭിഷേകം മേടിക്കണം. പ്രത്യേകിച്ച് ഈ നാളുകൾ കൃപ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണു പോകും. നമ്മൾ പ്രലോഭനത്തിൽ വീണുപോകും. മദ്യത്തിനും മയക്കുമരുന്നും അവിഹിത ബന്ധങ്ങൾക്കും തെറ്റായ കൂട്ടുകൾക്കും പ്രേമബന്ധങ്ങൾക്കും ധനമോഹങ്ങൾക്കും ചില കടബാധ്യതയുടെ വലിയ അപകട കണിപ്പ് പെട്ടുപോയി. കൃപയില്ലെങ്കിൽ പോയി പെട്ടുപോകും. ദൈവാനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അതെല്ലാം പെട്ടുപോകും. നമ്മൾ ചില കൂട്ടുകെട്ടിൽ പെട്ടുപോകും. ചില ആളുകൾ പറയുന്ന വിശ്വസിച്ചതിന് പുറകെ പോകും. നമ്മൾ അപകടപ്പെട്ടു പോകും. ഇവിടെ അപകടപ്പെട്ടു പോകാത്തതിൻ്റെ കാരണം ഇവന് കൃപയുണ്ട്. ഇവൻ കർത്താവ് ഇവൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോസഫ് അവളോട് പറയുക, എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായ ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിങ്ങളെ അല്ലാതെ മറ്റൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ട്. അതാണ് തന്നെ തിരിച്ചറിവാണ്. അറിവും തിരിച്ചറിവാണ്. അവൻ ഇവള് വേറൊരാളുടെ ഭാര്യയാണെന്നുള്ള തിരിച്ചറിവ് അത് ഉള്ളിൽ ദൈവാത്മാവ് പറയുക. അതിനെ ദുരുപയോഗിക്കാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തി ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അത് ദൈവത്തിനെതിരെയാണ്. കാരണം കൂടെ നിൽക്കുന്ന ദൈവത്തിനെതിരെ എന്നെ വഴി നടത്തി, എന്നെ കൈപിടിച്ച് നടത്തി, എന്നെ സ്നേഹിച്ച് എൻ്റെ ജീവിതത്തെ അപകടങ്ങൾ രക്ഷിച്ച ദൈവത്തിനെതിരെ എങ്ങനെയാണ് ഞാൻ പാപം ചെയ്യുക? ഹൗ ക്യാൻ ഐ കമ്മിറ്റ് സിൻ? ആ കൃപ അനുഭവിച്ചവർക്ക് ഒരിക്കലും അത് ചെയ്യാൻ പാപം ചെയ്യാൻ പറ്റുകയില്ല. അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ സഹിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ കൂട്ടാക്കിയില്ല. എന്തുകൊണ്ടാണ് ആ ചെയ്യാത്തത്? അടുത്തിരിക്കാൻ പോലും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവനറിയാം അവൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളെ കുറിച്ച് അവന് നല്ല സുബോധമുണ്ട്. ഇവിടെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ജോസഫ് എന്തുകൊണ്ട് പാപത്തിലേക്ക് വലിയൊരു കൃപയുണ്ട്. കാരണം ജോസഫ് ഒരു യുവാവാണ്. 2 ജോസഫിനെ സഹോദരങ്ങൾ വിറ്റു. ഒരുപാട് ചെറുപ്പകാലവും വളർന്നു വന്ന സാഹചര്യവും ഇത്തിരി മുറിവേറ്റതും തിരസ്കരിക്കപ്പെട്ടതും വേദനയുടെയും മനുഷ്യനാണ്. അവഗണിക്കപ്പെട്ട മനുഷ്യനാ, ചതിക്കപ്പെട്ട മനുഷ്യനാ. അപ്പനും ഇവന് തമ്മിലുള്ള ബന്ധം കണ്ടിട്ട് ആ ബന്ധം അകറ്റാൻ വേണ്ടി സഹോദരങ്ങൾ കുടില പ്രവർത്തികൾ ചെയ്തതിൻ്റെ വലിയൊരു ചരിത്രം അവിടെയുണ്ട്. വലിയ പ്രശ്നം അനുഭവിച്ചതാണ്. അപ്പൻ്റെ അടുത്ത് സഹോദരങ്ങൾ പറഞ്ഞു, ഇവനെ ഏതോ കാട്ടുമൃഗങ്ങൾ കൊണ്ടുപോയി തിന്നു കളഞ്ഞു, ഇനിയും പോയി. അപ്പം എന്ന് കരച്ചിലോട് കരച്ചില്. ഇവൻ്റെ തൻ്റെ വേർപെടുത്തി വിട്ടു. ഒരിക്കലും വരാത്തോണം ഇവൻ വിറ്റു, ഇത് തിരിച്ചു വരരുത്. അതുപോലത്തെ പ്രവർത്തികൾ സഹോദരങ്ങൾ ഇവൻ നശിച്ചു പോകണം, തീർന്നു പോകണം. ഇവൻ മൂലം നമുക്ക് പ്രശ്നമാണ്. അങ്ങനെ ദുരനുഭവങ്ങളോട് വന്ന യുവാവാണ് ഇവൻ. പക്ഷെ ഇവിടെ വെച്ചും ഇവന് ഇത്രയേറെ പ്രശ്നം വന്നിട്ടും ഇവൻ തകർന്നു പോകുന്നില്ല. കാരണം ഇവൻ്റെ കൂടെ കൃപയുണ്ട്, പാപം ചെയ്യുന്നില്ല. പലപ്പോഴൊക്കെ നമ്മൾ പറയും, ചില പാപത്തിൽ വീണ്ടും പറയും, എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട്, എൻ്റെ ഭർത്താവ് കുടിയനായതുകൊണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ട്, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എൻ്റെ അപ്പനമ്മ എന്നെ ചതിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്നെ ക്രൂരതയാണ് ചെയ്തത്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, എന്നെ ശപിച്ച, എന്നെ ആരും സഹായിച്ചിട്ടില്ല, എനിക്ക് പണം തന്നിട്ടില്ല, എനിക്ക് വസ്തു തന്നിട്ടില്ല, എനിക്ക് ജോലി തന്നിട്ടില്ല, പരിഗണന കിട്ടിയിട്ടില്ല, എല്ലായിടത്തും ഒരു അവഗണന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ അച്ചോ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ ചില ആളുകൾ ഇങ്ങനെ വെറുതെ അങ്ങ് പറയുവേ, അങ്ങോട്ട് വേണ്ടാത്ത ദുഃഖം കാണിക്കുകയോ വേണ്ടാത്ത നിരാശ. അല്ല, അത് ശരിയല്ലത്. ഇത് കൃപ കിട്ടിയാൽ നമ്മളെ ആരും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ ദൈവത്തോടു കൂടെയുള്ള യാത്രയാണ്. ജോസഫിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഇവൻ ഈ പാപത്തിലേക്ക് പോകാത്തത്. അവന് ദൈവം മതി. അവനറിയാം വേറെ ആരുമില്ല, ദൈവമുണ്ട്. ആ ദൈവത്തെ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവൻ പാപം ചെയ്താൽ ദൈവത്തെ നഷ്ടപ്പെടും എന്നുള്ളത് നല്ല ബോധ്യം. അതാണ് ദൈവഭയം. ദൈവഭയം എന്താണ്? പാപം ചെയ്താൽ എനിക്ക് എൻ്റെ ദൈവത്തെ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു ചിന്തയാണ്. അതാണ് ദൈവഭയം. ആ ബോധ്യം ഉണ്ടാകണം. ചിലരുണ്ട്, ഓ ഈ ദൈവം എന്തിനാവശ്യം, എനിക്കിഷ്ടം പോലെ ഞാനങ്ങ് ജീവിക്കുന്നത്, അവൻ കൂടെ ഉണ്ടല്ലോ, വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അവൻ അത്ര തിന്മയ്ക്കകത്ത പാപത്തിനകത്ത് കഴിയുന്നുണ്ട്. അവൻ ആ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ മേലെങ്കിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ സഹിക്കുക. മേലെങ്കിൽ അവളുടെ കൈ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. ആ ഓടുന്നത് അതാണ് കൃപയാണ്. കൃപയ്ക്കൊരു പ്രത്യേകത. അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്, ഓടിച്ചു വിടുന്നു, രക്ഷപ്പെടുത്തും. സാഹചര്യങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഭാവസാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ദൈവിക ജ്ഞാനം ഒരുവൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നതാണ് കൃപ. അവൻ്റെ ഉള്ളിൽ തോന്നും, ഇതിങ്ങനെ ചെയ്യണം, ഇത് ചെയ്താൽ രക്ഷപ്പെടാം, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ എടുക്കുന്ന നല്ല ചെറുപ്പൊക്കെ ആരും ഉപദേശിക്കാനൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ദൈവം കൂടെയുണ്ട്. അതാണ് പ്രത്യേകത. ഇവക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം ഇവളോ കാണുന്നത് വേറെയാണ്. ഇവളവൻ്റെ ജഡം മാത്രമേ കാണുന്നുള്ളൂ, അന്ന് അവനെ കാണുന്നില്ല. പൊത്തിഫർ നേരെ തിരിച്ചാണ്.
അവൻ്റെ കൂടെയുള്ള ദൈവത്തെ കാണാൻ പൊത്തിഫറിനെ പറ്റിയപ്പോൾ അവനെ അവിടെ അംഗീകരിക്കുന്നു, അവന് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു, അവൻ്റെ വീടിന് ചുമതല മുഴുവൻ ഏൽപ്പിക്കുന്നു. കാരണം അവൻ്റെ കൂടെയുള്ള ദൈവം. അതുകൊണ്ട് ചില ആൾക്ക് നമ്മളുള്ള ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. അത് സൂക്ഷിക്കണം. ഈ ലോകത്ത് നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ ദൈവത്തെ കാണുന്നു നമ്മൾ കരുതിയേക്കരുത്. ചില ആളുകൾ നമ്മൾ നോക്കുന്നത് വേറെ കണ്ടുകൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മളെല്ലാം തിരിച്ചറിയണം. ചില ആളുകൾ നമ്മളെ കാണുന്നത് ദൈവ മനുഷ്യരായിട്ടാണ് കാണുന്നെങ്കിലും നമ്മളെ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. എല്ലാവരും അങ്ങനെയല്ല കാണുന്നത്. ചില ആളുകൾ നമ്മളെ കാണും വേറെ കണ്ടുകൊണ്ട് കാണും. അത് തിരിച്ചറിയണ്ടോ? അത് തിരിച്ചറിയുന്നതാണ് കൃപ. അതിനെ വീണ്ടും പറയുകയാണ്, അവൾ മേലെങ്കിൽ അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു വന്നു. കുപ്പായം തൻ്റെ കയ്യിൽ ഇട്ടിട്ട് അവൻ വീടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ള എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് അപമാനം വരുത്താൻ അവനൊരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു, എന്നോട് സഹിക്കാൻ അവനെ നിർബന്ധിച്ചു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. നിലവിളി കേട്ടപ്പോൾ അവൻ പുറങ്കുപ്പായം എൻ്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന്. പുറങ്കുപ്പായം അത് വലിയ സംഭവമാണത്. കർത്താവ് അവന് സംരക്ഷണം. അത് പുറങ്കുപ്പായ അവന് സംരക്ഷണം കൊടുത്തതാണ്. കാരണം ഇത് അവളുടെ കൈ കിട്ടിയത് കൊണ്ട് ഇവന് അവിടുന്ന് മാറാൻ പറ്റി. ദൈവം അവനെ അവിടുന്ന് മാറ്റാൻ വേണ്ടി ദൈവം എടുക്കുന്നൊരു മെത്തഡോളജിയാണത്. അവൾക്ക് തോന്നി അവളുടെ വിജയമായിട്ട്, പക്ഷെ അവളുടെ പരാജയമാണ്. ജോസഫിന്റെ വിജയമാണ്. കാരണം പാപം ചെയ്യാതിരിക്കാൻ ദൈവം തന്നെ ഒരു സാഹചര്യം ഒരുക്കും. പാപം ചെയ്യാതിരിക്കാൻ, പാപത്ത് വീഴാതിരിക്കാൻ ദൈവം തന്നെ അവിടെ ഒരു പ്രശ്നം ഒരു പ്രത്യേക രീതിയിൽ പുറത്ത് കൊണ്ടുവരികയാണ്. അവിടെ ഇവളുടെ വിചാരം ഇവൾക്ക് ഇത് കിട്ടിയെന്ന. അവനെ സംബന്ധിച്ച് അവൻ രക്ഷപ്പെട്ടു. കാരണം അവന് സഹനം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പക്ഷം അവനെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ വേണ്ടി ദൈവം കൊണ്ടുപോകുന്നു. അവനെ ഇറക്കിക്കൊണ്ടുപോവാണ് ദൈവം അവിടുന്ന്. അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോവുക. കൃപ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവൾ പോലും അറിയുന്നില്ല കൃപയെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദൈവത്തിന് അവളോടത്തുനിന്ന് വലിയ കാര്യം കൈ കിട്ടിയിരിക്കുന്നത്. പക്ഷെ കിട്ടിയത് ജോസഫ് ഇറങ്ങിപ്പോയി ദൈവനോട്. അപ്പോൾ അവന് പിടിച്ചവനെ ജയിലിട്ടു. അമ്പരാനത് സംഭവിച്ചു. ഒന്നും ദൈവത്തിന് ജയിലൊന്നും പ്രശ്നമൊന്നുമല്ല. കർത്താവിനവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതെവിടെയാണ് ദൈവം സംരക്ഷിക്കുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവനെ ജയിലിൽ കൊണ്ട് സംരക്ഷിപ്പിച്ചു. ഓരോ ബുദ്ധിനും വരാത്ത സാഹചര്യം ദൈവം അവനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് അവിടെ വചനം പറയുന്നുണ്ട്, ജയിലിലേക്ക് അവനെ കൊണ്ട് പിന്നീട് അവനെ ജയിലിലടച്ചുകയുമ്പോൾ കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ജോസഫിന്റെ കൂടെയുണ്ട്. കാരണം വിശുദ്ധി വേണം. ദൈവം കൂടെ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധി വേണം, വിശുദ്ധ ജീവിതം വേണം. പാപത്തെ താലോലിക്കരുത്. പാപവുമായിട്ടുള്ള ബന്ധം മുറിക്കണം നമ്മൾ. എങ്കിലേ നമുക്ക് ആ ദൈവകൃപയിൽ ആയിത്തീരാൻ പറ്റുള്ളൂ. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധിയുടെ വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ. ദൈവ സ്നേഹത്തിൽ വളരാൻ പറ്റുള്ളൂ. ബന്ധനമില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കൃപയുടെ ജീവിതം തുടങ്ങുന്ന, കൃപയിൽ ജീവിക്കുന്ന ജോസഫിനെ നമ്മൾ കണ്ടുമുട്ടുക. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് അവൻ കരുണ കാണിച്ചു. അവന് കാരാഗൃഹ സൂക്ഷിപ്പുകാരന്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് കൃപ. ദൈവം കൂടെ വരട്ടെ, അതിനുവേണ്ടി ഒരുങ്ങുക. ഇവിടെ കാണുമ്പോൾ കൂടെ വരാൻ കാരണം അവന്റെ വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് ദൈവകൃപയുടെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക. വിശുദ്ധ വഴിയിൽ നിന്ന് മാറരുത് നമ്മൾ. 1 തെസ്സലോനിക്കർ 4:3 പറയുന്നത് നിങ്ങൾ വിശുദ്ധീകരണമാ ദൈവം അഭിലഷിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:7-8 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 പത്രോസ് 1:14-15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഈശോ വിശുദ്ധിയാണ് തരുന്നത്, വേറൊന്നുമല്ല. വിശുദ്ധി തരികയാണ്. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക, വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുക. എങ്കിലേ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. സഭയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. ചിലർക്ക് സംശയമുണ്ട്. ഈ നാളുകളൊക്കെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധിയും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അത് കാണാൻ പറ്റുന്നത് വിശുദ്ധിയുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. വിശുദ്ധിയുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. കൂദാശകൾ ഈശോയുടെ സാന്നിധ്യമുണ്ട്. തിരുസഭയിലുണ്ട്. പൗരോഹിത്യത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അച്ഛനാമാരിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യം കാണണമെങ്കിൽ നമ്മൾ വിശുദ്ധി വേണം. വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അത് വേറെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോവുക. തിന്മ കയറി കണ്ണിലോട്ട് കയറിക്കഴിഞ്ഞാൽ, അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ജെറമ്യ 50:30 അഹങ്കാരി നിനക്കെതിരാണെന്ന് സൈന്യങ്ങൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ യാക്കോബ് ലേഖനം 4:4 പറയും, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടേ എന്ന് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നമ്മൾക്ക് എപ്പോഴും നന്ദി പറയണം.
വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം, വിശുദ്ധിക്ക് വേണ്ടി ത്യാഗം ചെയ്യണം, പരിഹാരമൊക്കെ ചെയ്ത് വിശുദ്ധ ജീവൻ നയിക്കണം. അതുപോലെ ജോസഫിനെ പോലെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി മാറാൻ കർത്താവിൻ്റെ കൃപ നമ്മളെ സഹായിക്കണം. കാരണം കൃപ കിട്ടിയാലേ ഓടി മാറാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഓൺ വെച്ചുകൊണ്ട് വളരെ ചാറ്റിങ്ങും ലോകത്തിലെ എല്ലാത്തിനും സെക്സ് സ്പിരിറ്റ് ഒന്ന് ലോകം മുഴുവൻ കയറി കീഴടക്കി കഴിഞ്ഞു. ഇത് വരുമ്പോൾ ഇനി വരാൻ പോകുന്നു ഈ ദൈവസാന്നിധ്യം കാണുന്ന കുറച്ച് പേര് മാത്രമേ കാണുള്ളൂ. ഹോളിനെസ് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. പൊത്തിഫർ 1000 വട്ടം ഒരു പക്ഷേ ഈ പൊത്തിഫറിൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഭാര്യയോട് അവൻ തന്നെ പറഞ്ഞു, ഇവിടെയുള്ള ദൈവമനുഷ്യന് അവൻ വലിയ സംഭവം. പക്ഷേ അവളതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം അവളുടെ ഉള്ളിൽ ഈ ജഡിക ആസ്വദി തിളച്ചു നിൽക്കുക, ആസക്തി കൊണ്ട് തിളച്ച ശരീരവും മനസ്സും നിറഞ്ഞവൾക്ക് അവനുള്ളത് കാണാം. അതാണല്ലോ പഴയ നിയമത്തിൽ ഈ നമ്മൾ ലോത്തിൻ്റെ കുടുംബത്തെ കണ്ടുമുട്ടുന്നത്. ലോത്തിൻ്റെ വീട്ടിൽ 2 ദൈവദൂതന്മാർ വരുമ്പോൾ ആ നാട്ടിലെ സ്വർഗരതിക്കാരെല്ലാം കൂടെ വീടിന് വളഞ്ഞിട്ട് ലോത്തിനോട് പറഞ്ഞു, നിന്റെ വീട്ടിലോട്ട് ഇന്ന് വന്നിരിക്കുന്ന 2 ദൈവദൂതന്മാർ, രണ്ട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അവർ കാണുന്ന ചെറുപ്പക്കാരാ, ദൈവദൂതന്മാരാണ്, ദൈവം അയച്ചവരാ. പറയണം അവരെ ഇങ്ങ് വിട്ടുതരിക, ഞങ്ങൾക്ക് അവരുടെ കൂടെ പാപം ചെയ്യണം. അവർക്കത് കാണാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുമോ? അവർക്കത് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ മക്കളെ കാണുന്നത് ആ ഒരു കണ്ണുകൊണ്ടാണ്. നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവർ കാണാൻ വെക്കണം. ജഡിക ഭാവം ലോകത്ത് പെരും. അതാണ് പിശാസ് ലോകത്തേക്ക് ജഡിക ഭാവം അവസാന കാലങ്ങൾ വിതയ്ക്കും. അങ്ങോട്ട് ശരിക്കും വിതയ്ക്കും, എല്ലാവരിലും വിതയ്ക്കും. നാട്ടിലും സിനിമകളും എല്ലായിടത്തും ഇത് വിതയ്ക്കും. അങ്ങോട്ട് വിതച്ചിട്ട് അതങ്ങ് ആസ്വദിക്കുമ്പോൾ അതോടെ മനുഷ്യന് ദൈവത്തെ കാണാനുള്ള കണ്ണുകൾ അന്ധമായി പോവും. കംപ്ലീറ്റ് അന്ധമായി ബ്ലൈൻഡായി പോവാണ്. ബ്ലൈൻഡ്നെസ് കയറി പിടിക്കാതെ അശുദ്ധി കൊണ്ട് അടയ്ക്കുക. അതുകൊണ്ടുള്ള പഴയ നിയമത്തിലൊക്കെ പറയുന്നത്, നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് പറയുന്നത്. ആ പരിശുദ്ധിയിലേക്ക് വരണം. നമ്മുടെ പരിശുദ്ധിയിലേക്ക് ഒരിക്കലും നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധി അമ്മയിലൊക്കെയുള്ള ആ ഹോളിനെസ് ആണ്. അതുകൊണ്ട് മാലാഖ അടുത്ത് വരുമ്പോൾ അവർക്ക് കാണാൻ പറ്റും. മാലാഖ അടുത്ത് സംസാരിക്കും. വിശുദ്ധിയുണ്ട്. സക്കറിയായിക്ക് ബലിപീഠത്തിനൊരിക്കൽ കർത്താവിനും കാണാൻ പറ്റുന്ന കാരണം വിശുദ്ധിയുള്ളതുകൊണ്ടാണ്, ഹോളിനെസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവദൂതന്മാര് ഇവിടെ സംസാരിക്കുന്നതിന്റെ കാരണം അതാണ്. ദൈവത്തെ കാണാൻ പറ്റുന്നു, അനുഭവിക്കാൻ പറ്റുന്നു. വിശുദ്ധി നിറഞ്ഞത് കൊണ്ട് ഈ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക. സഭയിലൂടെ വിശുദ്ധി കിട്ടുന്നു. സഭയുടെ കൂദാശകൾ, പ്രത്യേകിച്ച് കുസാരം, കുർബാന എന്ന കൂദാശകളെ നമ്മൾ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധി കിട്ടും. യോഗ്യത എന്താ? അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കണം. നമ്മൾ പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കണം. പാപത്തിൽ കഴിഞ്ഞുകൊണ്ടല്ല, പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുമ്പോൾ ആ പരിശുദ്ധി നമ്മിലേക്ക് ഒഴുകി ഇറങ്ങി വരും. നമ്മളിൽ വലിയ ഡെലിവറൻസ് സംഭവിക്കും. ബന്ധനങ്ങളൊക്കെ അഴിച്ചു മാറ്റും. പൈശാചിക പീഡകളും സാത്താൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. ആ വിശുദ്ധി നിറയണം, എങ്കിലും കാണാൻ പറ്റുള്ളൂ. ജോസഫിലുള്ള കർത്താവിനെ കാണാൻ പൊത്തിഫറിന് പറ്റുന്നു. ഇവിടെ ഒരു കാരണവശാലും അവൻ്റെ ഭാര്യയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവൻ ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ ജയിലിൻ്റെ സൂക്ഷിപ്പുകാരന് ഈ ജോസഫിലുള്ള കർത്താവിനെ കാണാൻ പറ്റുന്നു. അതാണ് ഒരു അത്ഭുതം. അവന് പോലും കാണാൻ പറ്റുന്നു. പക്ഷേ ഇവിടെ നോക്കുകയും സുരക്ഷിത സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അത് കാണാൻ പറ്റുന്നില്ല. ജഡിക പാപം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാനുള്ള കണ്ണുകൾ അന്ധമായി തീരും. അപ്പോൾ ബന്ധനങ്ങൾ കൂടുന്നു. ഈ നാളുകൾ കാണാം. ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അടയാളം ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന് ഒത്തിരി സംഭവങ്ങൾ, ഒരു ആയിരക്കണക്കിന് സംഭവം ഇവിടെ അണക്കരയിൽ നമ്മുടെ താമസിച്ചുള്ള ധ്യാനവേളയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. വലിയ ഡെലിവറൻസ്. പരിശുദ്ധാത്മ നന്ദി പറയുന്നു. ഒരു ചെറുപ്പക്കാരൻ വരും, അവന് ജഡി വ്യഭിചാരം, സ്വവർഗരതി, മ്ലേച്ഛഭാവം, ഇവനെൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവനങ്ങ് തെറിച്ചു പോവുകയാണ്. ശുശ്രൂഷകരെ പിടിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കും നിലത്തുനിന്ന് പൊങ്ങി നിൽക്കുകയാണ്. ഇവനെ ഉയർത്തി നിൽക്കുന്നവരെ സ്പിരിറ്റ് ഇവനെ ഇങ്ങനെ നിർത്തിക്കുക. 5-8 ശുശ്രൂഷകർ മൽപ്പിടുത്തം പിടിച്ചപ്പോൾ ഇവനൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം ഞാൻ വേറൊന്നും ചെയ്തില്ല. ഇവനെ തലയിപ്പ് കവിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അശുദ്ധാത്മാവേ ഈ മകനെ വിട്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബന്ധിക്കുന്ന സമയത്ത് ഇവന് പോയി ദേഹത്ത് നിന്ന് ഈ മരിച്ച ഇവനങ്ങ് ബോധം കെട്ടുപോയി. കംപ്ലീറ്റ് ശവം പോയ സ്ഥലത്തേക്ക്. പക്ഷെ ആനമ്പള വെച്ചപ്പോഴത്തേക്ക് ഇവൻ കരഞ്ഞുകൊണ്ട് ഇവന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവന് എഴുന്നേറ്റ് വന്നിട്ട് കാല് പിടിച്ച് കരഞ്ഞ് മാപ്പുറച്ച എനിക്ക് വിശ്വസിച്ച് മനസ്സ് അവൻ പറഞ്ഞു, എൻ്റെ വലിയൊരു സംഭവം ഇവൻ്റെ ശരീരത്തിൽ അങ്ങ് പോയേ. വലിയൊരു സ്പിരിറ്റ് വിട്ടുപോയി. കാരണം ഇവൻ കുറേ സിനിമയ്ക്കും ഈ അതിനും ഇതിനും എല്ലാ പാപങ്ങൾക്കും സ്ത്രീകളുടെയും പോയി അശുദ്ധിക്ക് അടിമപ്പെട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് അതിശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നു. പൈശാചിക ബന്ധനം ഒഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, കൃപ കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്. കൃപയാണ് വേണ്ടത്. കൃപയില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടണം. കൃപ കർത്താവ് നമ്മുടെ കൂടെ വരാൻ തയ്യാറാണ്. കർത്താവ് കൂടെ വരാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് വിശുദ്ധിയുള്ള വിശുദ്ധ. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ വളരെ കൃപയൊഴുകുന്ന സമയം, വിശുദ്ധവാരം സഭയിൽ നമ്മൾ ആചരിക്കുമ്പോൾ വലിയ കൃപസഭയിലേക്ക് നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഒരുപാട് ഒരുങ്ങണം. ആത്മാവിലും മനസ്സിലും ജീവിതത്തിലൊക്കെ ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പങ്കെടുക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാനും നമുക്ക് വിടുതൽ പ്രാപിക്കാനും
കൃപയുടെ ജീവൻ നയിക്കാൻ സാധിക്കും. തുടർന്ന് നമുക്ക് ആരാധനയ്ക്ക് പ്രവേശിക്കാം. വലിയ തീഷ്ണതയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന പങ്കെടുത്ത് ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകം നമ്മിലേക്ക് ചൊരിയാൻ നമുക്ക് ആഗ്രഹിക്കാം. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കേണ്ട ഈ സമയത്ത് വിശുദ്ധി എന്ന പുണ്യം നമ്മിലേക്ക് ചൊരിയാൻ ദൈവം ഇടവരുത്തട്ടെ. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം തരട്ടെ. ആമേൻ. ശക്തിയോടെ അഭിഷേകത്തോടെ കൈയടിച്ച് പാടാം. വിടുതലായിട്ട് ആഗ്രഹിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ ദൂരെ പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ, സാത്താൻ സാത്താൻ ദൂരെ പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, രോഗം രോഗം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, രോഗം രോഗം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ബന്ധനമഴിയട്ടെ കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന തുതിക്കുന്നു തുതിക്കുന്നു തുതിക്കുന്നു. ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ഈ സമയത്ത് ഓരോ വ്യക്തിയിലും കുടുംബത്തിലുള്ള പാപത്തിന്റെ സാത്താന്റെ കെട്ടഴിയട്ടെ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. ദൈവമക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ. രോഗികൾ സുഖം പ്രാപിക്കട്ടെ. കുട്ടികൾ സുഖം പ്രാപിക്കട്ടെ. യുവതി യുവാക്കൾ ബന്ധനങ്ങൾ മോചനം പ്രാപിക്കട്ടെ. മാതാപിതാക്കളെ പൈശാസ്യം വിട്ടുപോകട്ടെ. കുടുംബത്തിലെ പൈശാസ്യം വിട്ടുപോകട്ടെ. ഈ പരിശുദ്ധമായി എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് എല്ലാ അന്ധകാരം ഞങ്ങളെ ഓരോരുത്തരും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ
name of Jesus Christ. Holy 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 blood 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 of Jesus Christ. Hallelujah, 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 hallelujah. ഈ സമയത്ത് ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പകർച്ചകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഈശോയെ ഏറ്റെടുക്കണമേ കർത്താവേ. ഭാവി അടയാളങ്ങൾ അത്ഭുതങ്ങളും രോഗശാന്തികളും വിടുതലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് ദൈവകൃപയോട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒറ്റവിളി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, I love you. I love you, Lord. Jesus, we love you, Jesus. Hallelujah, കൈയടിച്ച് പാടാ ശക്തിയോടെ. ശക്തിയോടെ കടിച്ചു. ഈ സമയത്ത് ദൈവകരം എല്ലാ മക്കളുടെ മേലും പതിയട്ടെ. Holy Spirit come down on every one of us. Remain with us. Hallelujah, hallelujah, hallelujah. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആരാധന, 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 ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ആരാധന, 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 ആരാധന. കണ്ടുകൾ വെത്തുന്ന യേശുനാമത്തെ തുതിക്കുന്നു. ഹല്ലേലൂയ. ബന്ധിക്കുന്ന യേശുനാമത്തിൽ പാപത്തിന്റെ ശക്തിയിൽ അഴിഞ്ഞു പോകട്ടെ. രോഗികൾ സുഖം പ്രാപിക്കട്ടെ. മുറിവേറ്റ മക്കൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. പരിശുദ്ധമായ ശക്തി കൊണ്ട് ഈ സ്ഥലം മുഴുവൻ നിറയട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉച്ചത്തിൽ ഈശോ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്വാസം കൈയടിച്ച് പാടാം. ഉച്ചത്തിൽ കൈയടിച്ച് ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.
അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവകാരുണ്യത്തിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവസ്നേഹത്തിൻ്റെ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവകാരുണ്യത്തിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. തിരുക്കുരിശിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. തിരുക്കുരിശിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവവചനത്തിൻ നിറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവകാരത്തിൻ്റെ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കൃപമതിയേ കൃപമതിയേ കർത്താവേ നിന്റെ കൃപമതിയേ, കൃപമതിയേ കൃപമതിയേ കർത്താവേ നിന്റെ കൃപമതിയേ. കൃപമതിയേ കൃപമതിയേ കർത്താവേ നിന്റെ കൃപമതിയേ, കൃപമതിയേ കൃപമതിയേ കർത്താവേ നിന്റെ കൃപമതിയേ. ഈശോമതിയേ ഈശോമതിയേ കർത്താവീശോ മാത്രം മതിയേ, ഈശോമതിയേ ഈശോമതിയേ കർത്താവീശോ മാത്രം മതിയേ. ഈശോമതിയേ ഈശോമതിയേ കർത്താവീശോ മാത്രം മതിയേ. ഈശോമതിയേ ഈശോമതിയേ കർത്താവീശോ മാത്രം മതിയേ. വിശുദ്ധി തരണമേ വിശുദ്ധി തരണമേ വിശുദ്ധി തരണമേ പരിശുദ്ധഭാവേ, വിശുദ്ധി തരണമേ വിശുദ്ധി തരണമേ വിശുദ്ധി തരണമേ പരിശുദ്ധമാവേ. 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 വിശുദ്ധി തരണമേ വിശുദ്ധി തരണമേ വിശുദ്ധി തരണമേ പരിശുദ്ധാത്മാവേ. കർത്താവിനെ കാണുവാൻ വിശുദ്ധി തരണമേ, കർത്താവിനെ കാണുവാൻ വിശുദ്ധി തരണമേ, കർത്താവിനെ കാണുവാൻ വിശുദ്ധി തരണമേ കർത്താവിനെ കാണുവാൻ വിശുദ്ധി തരണമേ. കർത്താവിനെ കാണുവാൻ കർത്താവിനെ കാണുവാൻ കർത്താവിനെ കാണുവാൻ വിശുദ്ധി തരണമേ, കർത്താവിനെ കാണുവാൻ കർത്താവിനെ കാണുവാൻ കർത്താവിനെ കാണുവാൻ വിശുദ്ധി തരണമേ. വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ, വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ, വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ. വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ. വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ. വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ. വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ. വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ. വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം ഒറ്റ വിളിച്ചോയേ ഹല്ലേലൂയ, ആരാധന, ആരാധന. സർവ്വവിധ ബന്ധനങ്ങളും പ്രസാദിക്കട്ടെ. രോഗങ്ങളും തടസ്സങ്ങളും തകർച്ചകളും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ.
വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മാത്രം മതി ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മാത്രം മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മതിയേ ഈശോ മാത്രം മതി ഈശോ മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതി വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മതിയേ വിശുദ്ധി മാത്രം മതിയേ Hallelujah.